ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ഗെത്സമൻ തോട്ടം, ഒലിവുമലയുടെ അടിവാരം. ധാരാളം ഒലിവ് മരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഒലിവുമല എന്നുള്ള പേര് വരുന്നത്. ഇതിൻ്റെ അടിവാരത്തിൽ ഒരു ഗുഹയും ഒലിവ് ചക്കുമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഗെത്സമൻ എന്നുള്ള പേര് വന്നത്. ഗത്സെമൻ എന്ന് പറഞ്ഞാൽ ഒലിവ് ചക്ക് എന്നർത്ഥം. സുവിശേഷങ്ങളിൽ കർത്താവ് പകൽ സമയം മുഴുവൻ ദേവാലയത്തിൽ ചെലവഴിച്ചതിന് ശേഷം രാത്രി ഒലിവുമലയിലേക്കാണ് വരുന്നത്. ഗെത്സമൻ തോട്ടത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വരുന്നു. യൂദാസിനും ഈ സ്ഥലം അറിയാമായിരുന്നു. അവർ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരുന്ന സ്ഥലമാണത്. 1666 ഈ തോട്ടത്തിൻ്റെ സ്ഥലം ഫ്രാൻസിസ്കൻസിന് ലഭിക്കുക. നമ്മൾ ഡോമിനസ് ഫ്ലേവിത്ത് കഴിഞ്ഞ് മരിയ മഗ്ദലേനയുടെ പള്ളിയും കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ ഫ്രാൻസിസ്കൻ ആശ്രമത്തോട് ചേർന്നുള്ള വാതിലിലൂടെ ഉള്ളിലേക്ക് കയറാം. അതിൻ്റെ റോഡിൻ്റെ മറുവശത്ത് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ ഒലിവ് തോട്ടത്തിൻ്റെ തുടർച്ചയാണ്. അവിടെയുള്ള ഒലിവ് മരങ്ങൾ താരതമ്യേന പുതിയതാണ്. ഈ ഗെത്സമൻ തോട്ടത്തിലെ ഒലിവ് മരത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഗ്രില്ലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് നടുഭാഗം ഒലിവ് തോട്ടം. 8 വളരെ പഴക്കമുള്ള ഒലിവ് മരങ്ങൾ അവിടെയുണ്ട്. അതോടൊപ്പം പോൾ ആറാമൻ കുഴിച്ചിട്ട സമാധാനത്തിൻ്റെ ഒലിവും. ഇതിൻ്റെ ചുറ്റും തീർത്ഥാടകർക്ക് നടന്ന് കാണാവുന്നതാണ്. ഈ ഒലിവ് മരങ്ങൾ കർത്താവിൻ്റെ കാലത്തേത് തന്നെയാണോ? പലരും ചോദിക്കാറുണ്ട്. 2012 ഇറ്റാലിയൻ നാഷണൽ റിസർച്ച് കൗൺസിൽ ഇതിൻ്റെ ഗവേഷണം നടത്തി. അവർ കണ്ടെത്തിയത് 1092, 1160 കാലഘട്ടങ്ങളിലേതാണ് ഈ ഒലിവ് മരങ്ങളൊക്കെ. പക്ഷെ അതിൻ്റെ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ഇവയെല്ലാം ഒരേ വേരിൽ നിന്ന് ഒരേ പൈതൃകം പിഞ്ചെല്ലുന്ന മരങ്ങളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. AD 70 റോമൻ ചക്രവർത്തി ടൈറ്റസ് ജെറുസലേം കീഴടക്കാൻ വന്നപ്പോൾ ജെറുസലേമിന് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി. ജോസഫസ് ഫ്ലാവിയസ് പറയുക, ഈ ഒലിവുമലയിലുള്ള മരങ്ങൾ മുഴുവൻ വെട്ടിനിരത്തി ആ തടികൾ കൊണ്ടാണ് അവൻ ചുറ്റും വേലി കെട്ടിയത്. അതുകൊണ്ടാണ് റോമാക്കാർ ഇരുന്നു കൊണ്ട് പട്ടണങ്ങൾ കീഴടക്കി എന്നുള്ള ചൊല്ല് പോലും ഉണ്ടായത്. അതുകൊണ്ട് അന്നത്തെ മരങ്ങളെല്ലാം വെട്ടിയിരുന്നു. പക്ഷേ ഒലിവിൻ്റെ പ്രത്യേകത അതിൻ്റെ വേരിൽ നിന്ന് വീണ്ടും അടുത്ത മരത്തിനുണ്ടാകാം. അതുകൊണ്ട് ഇന്ന് കാണുന്ന മരങ്ങൾ 1000 വർഷമേ പഴക്കമുള്ളൂ എങ്കിലും അവയുടെ പൈതൃകം കർത്താവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മരങ്ങളുടെ തുടർച്ച തന്നെയാകാം എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. ഇതിൻ്റെ ചുറ്റും നടന്നു വരുമ്പോൾ തെക്ക് കിഴക്കായി ബസലിക്കയോട് ചേർന്ന് പാറയിൽ കർത്താവ് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രതിമയുണ്ട്. തീവ്രവേദനയിൽ കർത്താവ് സ്വയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. കഠിനവേദന അനുഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, പരിത്രാണകർമ്മം പൂർത്തിയാക്കാൻ തന്നെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മളിവിടെ കണ്ടെത്തുക. ഈ ക്രിസ്തു നമുക്ക് ശക്തിയും പ്രചോദനവുമാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.